നമസ്കാരം. മല്ലു ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട മത്സരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സൗത്താംപ്ടൺ ഒഫീഷ്യലായിട്ട് ഈ പ്രീമിയർ ലീഗ് സീസണിൽ നിന്നും റെലിഗേറ്റ് ആയിട്ട് ചാമ്പ്യൻഷിപ്പിലേക്ക് പോയിരിക്കുകയാണ്. അവരുടെ ഒരു പെർഫോമൻസ് ഈ സീസൺ നോക്കിക്കഴിഞ്ഞാൽ 31 മത്സരങ്ങളിൽ നിന്നും ആകെ 10 പോയിന്റ് മാത്രമേ സൗത്താംപ്ടന് നേടാൻ പറ്റിയിട്ടുള്ളൂ. ഒരു മോശപ്പെട്ട സീസണാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇനി വരാൻ പോകുന്ന 7 മത്സരങ്ങൾ ജയിച്ചാൽ പോലും വോൾസിനെ പിടിക്കാൻ പറ്റാത്ത ഒരു നിലയിലേക്ക് സൗത്താംപ്ടൺ മാറിയിരിക്കുന്നു. അങ്ങനെ അവർ ഒഫീഷ്യലായിട്ട് ചാമ്പ്യൻഷിപ്പിലേക്ക് പോയിട്ടുണ്ട്. ചാമ്പ്യൻഷിപ്പ് പോയി തിരിച്ചു വരിക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. എന്തായാലും സൗത്താംപ്ടൺ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ദി വേഴ്സ്റ്റ് സീസണാണ് അവർ കണ്ടത് എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ സ്പേഴ്സിനെതിരെ കഴിഞ്ഞ മത്സരത്തിൽ 3-1 സൗത്താംപ്ടൺ പരാജയപ്പെട്ടത്. ബ്രണ്ടൻ ജോൺസന്റെ കിടിലൻ 2 ഗോളൊക്കെ ഉണ്ടായിരുന്നു. മറ്റൊരു മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡും മാൻ സിറ്റിയും തമ്മിൽ ഓൾഡ് ട്രാഫോർഡിൽ വെച്ച് ഏറ്റുമുട്ടിയപ്പോൾ ഒരു അണ്ടർവെൽമിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്. രണ്ട് ടീമും ഒരു ആവറേജ് പെർഫോമൻസ് പുറത്തെടുത്തു എന്ന് പറയേണ്ടി വരും. ഇരു ടീമുകൾക്കും ചാൻസുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഫൈനൽ തേർഡിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ക്ലിനിക്കലായിട്ടുള്ള ചാൻസുകൾ സെറ്റ് ചെയ്തത് യുണൈറ്റഡ് ആണ് എന്ന് പറയേണ്ടി വരും. എന്തായാലും സിറ്റിയെ സമനിലയിൽ തളക്കാൻ പറ്റി എന്നുള്ള ബ്രാഗിങ് റൈറ്റ് വേണമെങ്കിൽ യുണൈറ്റഡിന് നമുക്ക് കൊടുക്കാം. ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ മഗ്വയറും ലെനി യോറോ അടങ്ങുന്ന ഒരു ഡിഫൻസും കസമീറോ ഉഗാറ്റി അടങ്ങുന്ന ഒരു മിഡ്ഫീൽഡും പാട്രിക് ഡോർഗു, ബ്രൂണോ ഫെർണാണ്ടസ്, ഗർനാച്ചോ ഇവരൊക്കെ അടങ്ങുന്ന ഒരു ഒഫൻസീവ് ലൈനപ്പാണ് നമ്മൾ യുണൈറ്റഡിൻ്റെ സൈഡിൽ നിന്ന് കണ്ടിട്ടുള്ളത്. അപ്പോൾ കളി തുടങ്ങി ആദ്യ മിനിറ്റിൽ തന്നെ ഒരു പ്രോമിസിങ് ആയിട്ടുള്ള മൂവൊക്കെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നു. ഗർനാച്ചോയുടെ ഒരു കിടിലം കൗണ്ടറൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പുള്ളിയെ ബോക്സിനടുത്ത് വെച്ച് റൂബൻ ഡിയാസ് ഫൗൾ ചെയ്യുന്നു. അങ്ങനെ തുടങ്ങിയ കളി എനിക്ക് തോന്നുന്നു ഫെർണാണ്ടസിൻ്റെ സൈഡിൽ നിന്ന് 3-4 കിടിലൻ ചാൻസുകൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഫൈനൽ തേർഡിൽ നിന്ന് എടുത്തിട്ടുള്ള ഷോട്ടുകൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വീക്കായിട്ടുള്ള ഷോട്ടുകളാണ് യുണൈറ്റഡിൻ്റെ സൈഡിൽ നമ്മൾ കണ്ടത്. ഇവിടെ ഡോർഗുവിനൊരു ഷോട്ട് സെറ്റപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം കസംബ്രോക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഹോലാൻഡിനൊരു ഹാഫ് ചാൻസ് ഉണ്ടായിരുന്നു. ഗർനാച്ചോക്ക് 2-3 ചാൻസുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും കൺവേർട്ട് ചെയ്യാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിന് കഴിയാതെ പോയി എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ പൊസിഷൻ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ പൊസിഷൻ സിറ്റിയുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. എടുത്തു പറയേണ്ടത് ഫിൽ ഫോഡൻ 3-4 ചാൻസുകൾ ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു ഷോട്ട് വൈഡായിട്ട് പുറത്തു പോയി, ഒരു ഷോട്ട് ഡയറക്റ്റായിട്ട് ഗോൾ കീപ്പർ സൈഡിലേക്ക് വന്നു. ഇങ്ങനെ ഒരു ആവറേജ് പെർഫോമൻസ് ആണ് ഫോർഡിൻ്റെ സൈഡിൽ നിന്നും നമ്മൾ കണ്ടിട്ടുള്ളത്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് കെവിൻ ഡിബ്രോയിൻ ഈ സീസണോടെ മാഞ്ചസ്റ്റർ സിറ്റി വിടുന്നു എന്നുള്ള വാർത്ത ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രൂണോയുടെ അടുത്ത് ചോദിച്ചപ്പോഴും മറ്റ് പ്ലേയേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴും നമുക്കറിയാം വൺ ഓഫ് ദി ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സ് ഇൻ പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന ഒരു പെർഫോമൻസ് കഴിഞ്ഞ കുറേ സീസണായിട്ട് ഫോർഡിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടിരുന്നു. ഈ സീസണോടെ പുള്ളിയുടെ പെർഫോമൻസ് ഇഞ്ചുറിക്ക് ശേഷം കുറച്ച് ഡിപ്പായിട്ടുണ്ട്. അത് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി കൊണ്ടുവന്നിട്ടുള്ളൊരു ഇമ്പാക്റ്റ് നമുക്ക് മറക്കാനാവാത്ത പല സീസണും സിറ്റിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. എന്തായാലും സിറ്റിയുടെ സൈഡിൽ നിന്ന് 3-4 ചാൻസുകൾ വന്നു. മാർമൂഷ് 1-2 ഹാഫ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. ഫസ്റ്റ് ഹാഫിൽ 0-0 എന്ന നിലയിൽ മുമ്പോട്ട് പോയി. സെക്കൻഡ് ഹാഫിൽ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി ക്ലിനിക്കലായിട്ടുള്ള ചാൻസ് വരും. പക്ഷേ ഒന്നും നടന്നില്ല. കളി അവസാനിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 3-4 ചാൻസുകൾ ഇരു ടീമുകൾ ക്രിയേറ്റ് ചെയ്തതോടെ അത് ഫൈനൽ തേർഡിൽ കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു ബോറിംഗ് ആയിട്ടുള്ള ഫിനിഷിലേക്കാണ് കാര്യങ്ങൾ പോയത്. കളി അവസാനിക്കുമ്പോൾ 0-0 എന്ന നിലയിൽ രണ്ട് ടീമുകളും ഓരോ പോയിന്റുകൾ വീതം എടുക്കുകയും ചെയ്തു. എന്തായാലും മറ്റൊരു മത്സരത്തിൽ ബ്രെൻഫോർഡും ചെൽസി ആയിട്ട് സമനിലയിൽ പിരിഞ്ഞു. ആർസനൽ എവർട്ടനെതിരെ 1-1 സമനില അവസാനിച്ചു. ഈ സീസണിൽ എനിക്ക് തോന്നുന്നു വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു മൊമെൻറ്റം ലിവർപൂളിന് മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.